അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ തവണ കേട്ട കഥയുടെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് പോയേക്കാം അല്ലേ? The village, it was already dark and all the people were in bed, but he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. The boy went at once to the temple and knocked. There was no sound inside. He knocked and knocked again, but still nobody came. At last he pushed gently at the door and was quite glad to find that it had not been fastened, so he went in and saw a lamp burning but no priest. ഇവൻ ആ ഗ്രാമത്തിലെത്തിയപ്പോൾ തന്നെ സമയം രാത്രിയായിരുന്നു. അവിടെ അങ്ങനെ ആൾക്കാരൊന്നുമില്ല, എല്ലാവരും ഉറക്കത്തിലേക്കൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ ഇവനിങ്ങനെ നോക്കുമ്പോൾ, ഇവൻ ആ ഗ്രാമത്തിലെത്തി അവിടെയുള്ളൊരു തെരുവ് വീതിയിൽ നിന്നിങ്ങനെ നോക്കുമ്പോൾ ഇവൻ കണ്ടു അകലെ വലിയ ക്ഷേത്രവും ആ ക്ഷേത്രത്തിലൊരു വെളിച്ചവും കണ്ടു. അപ്പം ആ വെളിച്ചം എന്താണെന്നാണ് പറയപ്പെടുന്നതെന്നറിയോ? നമ്മുടെ ഈ ഭീകരരൂപിയില്ലേ ഗോബ്ലിൻ ഇങ്ങനെ ആൾക്കാരെ, ഒറ്റയ്ക്കുള്ള യാത്രക്കാരെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി, ആകർഷിക്കാൻ വേണ്ടി തെളിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ആ ഭീകരരൂപിയുള്ളപ്പോൾ കയറിയാൽ പിന്നെ ജീവനോടെ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? അപ്പം അങ്ങനെ ഒരു ചതിയാണ് ആ വെളിച്ചമെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ കൊച്ചിന് കഥയൊന്നും അറിയത്തില്ലല്ലോ. അവൻ അങ്ങ് നടന്ന് അവിടെ ചെന്ന് വാതിലിങ്ങനെ മുട്ടി ക്ഷേത്രത്തിൻ്റെ. നോക്കുമ്പം ആരുമില്ല. പക്ഷെ അവനൊന്ന് ചെറുതായിട്ടൊന്ന് തള്ളി നോക്കിയപ്പോൾ എന്നാ, വാതിലിൽ കുറ്റിയൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് അവനിങ്ങനെ അകത്ത് കയറി നോക്കുമ്പോൾ അവിടെ ഒരു മെഴുകുതിരി, അവിടെ ഒരു വെളിച്ചം മാത്രം ഇരുന്ന് കത്തുന്നുണ്ട്, വേറെ ഒന്നും അവിടെ ഇല്ല. He thought some priest would be sure to come very soon, and he sat down and waited. Then he noticed that everything in the temple was grey with dust and thickly spun over with cobwebs. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. He wondered why they had allowed everything to get so dusty. What most pleased him, however, were some big white screens good to paint cats upon. Though he was tired, he looked at once for a writing box and found one and ground some ink and began to paint cats. ഇവൻ അവിടെ ചെന്നിട്ട് വൈദികരെ ഒന്നും കാണുന്നില്ല. അപ്പം പെട്ടെന്ന് തന്നെ ആരെങ്കിലും വരുന്നുള്ളൊരു പ്രതീക്ഷയിൽ അവിടെ ഇരിക്കുകയാണ്. അവൻ ചുറ്റും നോക്കുമ്പോഴുണ്ട് മുഴുവൻ ഇങ്ങനെ പൊടിയും മാറാലൊക്കെ പിടിച്ച് കിടക്കുക. അപ്പോൾ ഇവന് മനസ്സിലായി, ഇവിടെ എന്തായാലും ഒരു പുരോഹിത വിദ്യാർത്ഥിയുടെ ഒരു ആവശ്യമുണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവനിങ്ങനെ ഇരിക്കുകയാണ്. ഇവൻ പിന്നെ നോക്കിയപ്പോൾ ഇവന് കുറച്ച് സന്തോഷമായി. നോക്കുമ്പോൾ ഒരു വലിയ സ്ക്രീൻ അവിടെ കാണുന്നു. സ്ക്രീൻ കണ്ട എന്താ നമ്മുടെ കുട്ടി ചെയ്യുക? പൂച്ചയുടെ ചിത്രം വരയ്ക്കും. അപ്പം അങ്ങനെ അവന് പൂച്ചയുടെ ചിത്രമൊക്കെ വരയ്ക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടെ ആളിങ്ങനെ ഇരിക്കുകയാണ്. അവന് യാത്രയൊക്കെ ചെയ്ത് ക്ഷീണമുണ്ട്, എന്നാലും പൂച്ച വരെ കഴിഞ്ഞിട്ടേ കൊച്ചിനെല്ലാം ഉള്ളൂ. അപ്പോൾ ഇവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സൊക്കെ എടുത്ത് അതിലേക്ക് നമ്മുടെ പെയിൻ്റൊക്കെ ഒഴിച്ച് പൂച്ചേനെ വരയ്ക്കാൻ തുടങ്ങി. He painted a great many cats upon the screens, and then he began to feel very, very sleepy. He was just on the point of lying down to sleep beside one of the screens when he suddenly remembered the words, "Avoid large places, keep too small." ഇവനിങ്ങനെ വരച്ച് കുറച്ച് ക്ഷീണമൊക്കെ തോന്നി. അപ്പോൾ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇവനെ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ സ്ക്രീനിൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവനൊരു വാക്കോർമ്മ വന്നു. ആരുടെ വാക്കോർമ്മ വന്നേ? ഇവനെ പുരോഹിതൻ പറഞ്ഞിരുന്നു, അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ചിന്ത ഇവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. The temple was very large. He was all alone. And as he thought of these words, though he could not quite understand them, he began to feel for the first time a little afraid, and he resolved to look for a small place in which to sleep. He found a little cabinet with a sliding door and went into it and shut himself up. Then he lay down and fell fast asleep. വലിയ ക്ഷേത്രമാണല്ലേ, ഇവനൊറ്റയ്ക്കാണ്. അപ്പോഴത്തേക്ക് ഇവന് മറ്റേ പുരോഹിതൻ്റെ വാക്കുകളൊക്കെ ഓർമ്മ വന്നു. ചെറിയൊരു പേടിയൊക്കെ ഇങ്ങനെ ഇവന് തോന്നി തുടങ്ങുകയാണ്. അപ്പോൾ ഇവൻ എന്തായാലും ഓർത്തു, ഈ ബിഗ് ആയിട്ടുള്ള വലിയതായിട്ടുള്ള ഈ സ്ക്രീനിൻ്റെ അടുത്തൊന്നും കിടന്നുറങ്ങട്ടെ, എവിടെയെങ്കിലും ചെറിയ സ്ഥലമൊക്കെ കണ്ടുപിടിക്കാമെന്ന് ഓർത്ത് ഇവനിങ്ങനെ നോക്കുമ്പോൾ ഇവനവിടെ ഒരു ക്യാബിനറ്റ് കാണുകയാണ്. ഒരു നമ്മുടെ എന്താ പറയുക, ഒരു പെട്ടി പോലത്തെ ഒരു സാധനം.
അപ്പം അതിനിങ്ങനെ ഒരു തുറക്കാൻ പറ്റുന്ന ഒരു ഡോറുണ്ട്. ഇങ്ങനെ സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് മാറ്റി ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഡോറുകളില്ലേ, ഇങ്ങനെ തുറക്കാം അടയ്ക്കാം. അപ്പം അങ്ങനത്തെ ഒരു ഡോർ ഇവൻ കാണുകയാണ്. ഇവൻ അതിൻ്റെ അകത്ത് കയറിയിട്ട് ആ ഡോർ അടയ്ക്കുകയാണ്. അടച്ചിട്ട് ഇവൻ അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. Very late in the night, he was awakened by a most terrible noise, a noise of fighting and screaming. It was so dreadful that he was afraid even to look through a chink of the little cabinet. He lay very still, holding his breath for fright. കുറേ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഒരു ഭയങ്കര സൗണ്ട് കേട്ടിട്ട് ഇവൻ എഴുന്നേക്കാണ്. ഒരു പേടിയാകുന്ന സൗണ്ട് കേട്ടിട്ട്. അവിടെ അടി കൂടുന്നതും അലർച്ചയൊക്കെ ഇവനിങ്ങനെ കേൾക്കാണ്. ഇവന് ഭയങ്കര പേടിയാകാണ്. ഇവനിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് പേടിച്ച് ഇവനായിരിക്കുന്ന ഈ പെട്ടിയുടെ അകത്ത് നിന്നൊരു ചെറിയ ഓട്ടയിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. The light that had been in the temple went out, but the awful sounds continued and became more awful, and all the temple shook. After a long time silence came, but the boy was still afraid to move. He did not move until the light of the morning sun shone into the cabinet through the chinks of the little door. അവിടുത്തെ വെട്ടമെല്ലാം പോയിരുന്നു. പക്ഷേ ഭയങ്കര സൗണ്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സൗണ്ടും പോയി, ഭയങ്കര സൈലൻ്റായി, നിശബ്ദമായി. പക്ഷേ ഇവന് പുറത്തിറങ്ങാൻ എന്തോ പേടി. രാവിലെ സൂര്യപ്രകാശം, പറഞ്ഞല്ലോ ഈ പെട്ടിയിൽ ഒരു ചെറിയ ഓട്ടയുണ്ടെന്ന്, അപ്പോൾ ആ ഓട്ടയിലൂടെ സൂര്യപ്രകാശം വരുന്നത് വരെ ഇവൻ അവിടുന്ന് അനങ്ങിയിട്ടില്ല. Then he got out his hiding place very cautiously and looked out. The first thing he saw was that all the floor of the temple was covered with blood. And then he saw lying dead in the middle of it an enormous, monstrous rat, a goblin rat bigger than a cow. ഇവൻ എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് പതുക്കെ ഇറങ്ങുകയാണ് ഈ ക്യാബിനറ്റിൻ്റെ അകത്തുനിന്ന്. എന്നിട്ട് ഇവൻ നോക്കിക്കഴിയുമ്പോൾ ആദ്യം കാണുന്നത് ഈ ടെമ്പിളിൻ്റെ, ക്ഷേത്രത്തിൻ്റെ നിലം മുഴുവൻ ഇങ്ങനെ രക്തം നിറഞ്ഞ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവൻ നോക്കുമ്പോൾ ദാണ്ടി ഒരു സാധനം കിടക്കുന്നു. എന്നാണെന്നറിയാവോ? ഒരു വലിയ ഭീകരരൂപിയായിട്ടുള്ള, നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള രൂപമുള്ളൊരു വലിയ എലി ഇങ്ങനെ ചത്ത് കിടക്കാണ്. But who or what could have killed it? There was no man or other creature to be seen. Suddenly the boy observed that the mouths of all the cats he had drawn the night before were red and wet with the blood. Then he knew that the goblin had been killed by the cats which he had drawn. And then also for the first time he understood why the wise old priest had said to him, "Avoid large places at night, keep too small." ആരാ ഇപ്പം ഈ വലിയ എലിയെ കൊന്നേ? അവിടെ മനുഷ്യന്മാരൊന്നും എന്നായാലും ഇല്ല. എന്നിട്ടിവനിങ്ങനെ ചുറ്റും നോക്കുമ്പോഴാണ് ഇവൻ വരച്ച പൂച്ചകളുടെ വായൊക്കെ രക്തത്തിൽ കുളിച്ചിങ്ങനെ തുറന്നിരിക്കുന്നു. അപ്പോൾ ഇവന് കാര്യം മനസ്സിലായി, ഈ പൂച്ചകളാണ് എലിയെ കൊന്നത്. ഇവൻ്റെ ബുദ്ധിമാനായിട്ടുള്ള വൃദ്ധനായ പുരോഹിതൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം അവന് മനസ്സിലാകുകയാണ്. ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക, വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക എന്നുള്ള കാര്യം ഇവനപ്പം മനസ്സിലാകുകയാണ്. Afterward, that boy became a very famous artist. Some of the cats which he drew are still shown to travelers in Japan. ഇതിനൊക്കെ ശേഷം ആ കുട്ടി ഒരു വലിയ രചനാകാരനായിട്ട്, ചിത്രകാരനായിട്ട് മാറുകയാണ്. പിന്നീട് എന്താണ്, അവൻ വരച്ച പൂച്ചകളുടെ ചിത്രം ഇന്നും ജപ്പാനിലെത്തുന്ന യാത്രക്കാർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ നമ്മുടെ കഥ അവസാനിക്കുകയാണ്. ചെറിയ കഥയാണ്, നല്ല കഥയാണ് അല്ലേ? അപ്പം നമ്മളിതിലെന്താണ് ഒന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക? ഒന്ന്, നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഗുരുക്കന്മാരും അധ്യാപകരും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും അങ്ങനെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണമല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ, അവൻ ആ വലിയ സ്ക്രീനിൻ്റെ അടുത്താ കിടന്നുറങ്ങിയിരുന്നതെങ്കിലോ
ഈ വലിയ എലി വന്നിട്ട് ആദ്യം ഇവനെ കൊന്നുകളയും. പിന്നെ എലി ചത്താലും ചത്തില്ലേലും ഒക്കെ കുട്ടിയുടെ ജീവൻ പോയില്ലേ. അപ്പം ഇവനാ പുരോഹിതൻ പറഞ്ഞു തന്ന അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ, വലിയ സ്ഥലങ്ങൾ രാത്രിയിൽ ഒഴിവാക്കി ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ള ആ ഉപദേശം കേട്ടതുകൊണ്ടാണല്ലേ ഇവനിപ്പോഴും ഇങ്ങനെ ജീവനോടെ ഇരുന്നതും പിന്നീട് വലിയ ചിത്രകാരനായതും ഒക്കെ. അപ്പം നമ്മൾ നമ്മുടെ മുതിർന്നവർ പറയുന്നത് കേൾക്കുക, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള എന്തും ചെയ്യുക എന്നല്ല, നമ്മളിലുള്ള കഴിവുകൾ. ഇവന് രചനയായിരുന്നു ഇഷ്ടം, ഇവന് ചിത്രരചനയായിരുന്നു ഇഷ്ടം, ഇവൻ അതിനെ പിന്തുടർന്നു, അവൻ വലിയ ആർട്ടിസ്റ്റായി മാറി. അതുപോലെ നമ്മളിലുള്ള കഴിവുകളെ നമ്മൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച്, എല്ലാവർക്കും പഠിക്കാനായിരിക്കില്ല കഴിവ്, എല്ലാവർക്കും ഓടാനായിരിക്കില്ല കഴിവ്, നമുക്കൊക്കെ വ്യത്യസ്തമായ കഴിവുകളാണ്. അപ്പം ആ വ്യത്യസ്തമായ കഴിവുകളെയും പിന്തുടരുക. നമ്മൾ നമ്മുടെ മുതിർന്നവർ പറയുന്നത് അനുസരിക്കുക, നമ്മളിലുള്ള കഴിവുകളെ കണ്ടെത്തി അത് പിന്തുടരുക.